ഈശോയെ ആരാധിക്കാം. നിത്യവിശുദ്ധമേ സ്നേഹത്തിൻ ഭാവമേ എന്നെന്നും ആരാധിക്കാം. കൈകൾ കൂപ്പാം, ഹൃദയങ്ങൾ ചേർക്കാം, ഈശോയെ ആരാധിക്കാം. നിത്യവിശുദ്ധമേ സ്നേഹത്തിൻ ഭാവമേ എന്നെന്നും ആരാധിക്കാം. പാപത്തിൽ ജീവിക്കുന്ന ഒരാത്മാവിൻ്റെ അവസ്ഥ എത്രയോ പരിതാപകരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ദൈവം തൻ്റെ കാരുണ്യത്താൽ നൽകിയിരിക്കുന്ന കുമ്പസാരം എന്ന കൂദാശയ്ക്ക് അണഞ്ഞുകൊണ്ട് പാപം ഉപേക്ഷിക്കുവാനും ഈശോയുടെ കരുണയിൽ ആശ്രയിച്ച് തിരിച്ചു വരുവാനുമുള്ള ദിനങ്ങളായി ഈ നോമ്പുകാലം മാറട്ടെ. ദൈവവുമായി വിശുദ്ധ കൂദാശയിലൂടെ രമ്യപ്പെടുമ്പോൾ നമ്മൾ ഒരു മാലാഖയെ പോലെ ആയിത്തീരുന്നു. നമുക്ക് ഈ നോമ്പുകാലത്ത് കൂടുതൽ സമയം പ്രാർത്ഥനയിൽ ചെലവഴിച്ചുകൊണ്ടും നമ്മുടെ പാപാവസ്ഥകളെ ഉപേക്ഷിക്കാൻ തയ്യാറായിക്കൊണ്ടും അടുക്കൽ കുമ്പസാരത്തിനണഞ്ഞുകൊണ്ടും പാപവുമായിട്ടുള്ള കൂട്ടുകെട്ടിനെ ഉപേക്ഷിക്കുവാൻ പരിശ്രമിക്കാം. അതിനായി ദൈവകൃപ നമുക്ക് പ്രാർത്ഥിക്കാം. ക്രൂശിതരൂപം നെഞ്ചിൽ ചേർക്കുന്ന നേരം നിൻ സ്നേഹമോർക്കുന്നു നാഥാ. ഞാനിത്രമാത്രം പാപിയാണെന്ന ബോധ്യം അന്നേരമുണരുന്നു ദേവാ. തിരുനാമചിന്തകളൊന്നും
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അങ്ങയുടെ തിരുസന്നിധാനത്തിലായിരുന്നുകൊണ്ട് ഞങ്ങൾ ഒന്നു ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കാരുണ്യവാനായ നല്ല തമ്പുരാനെ, ഈ തിരുമണിക്കൂറിൽ അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുവാനായിട്ട് ഞങ്ങളെ അനുനിമിഷവും അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പീഡാനുഭവ സ്മരണകളിലൂടെ കടന്നു പോകുവാനും അവയെ ധ്യാനിക്കുവാനും അവയെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒപ്പിയെടുക്കുവാനുമൊക്കെ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഈശോയെ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഈശോയെ, അങ്ങയുടെ പീഡാനുഭവത്തിൻ്റെ ആ അനുഗ്രഹീത നിമിഷങ്ങളെ അങ്ങയോടൊപ്പം ഞങ്ങളുടെ ധ്യാന വിഷയമാക്കട്ടെ. ഈശോ തൻ്റെ കൈപ്പേറിയ പീഡകളെ സംബന്ധിച്ച് പല പ്രാവശ്യം തൻ്റെ ശിഷ്യരോട് മുൻകൂട്ടി സംസാരിച്ചിട്ടുണ്ട്. പ്രസ്തുത പ്രവചനത്തിന് അവരുടെ മേലുണ്ടായ ഫലം എന്താണെന്ന് ഞങ്ങളും ചിന്തിക്കട്ടെ. അവിടുന്ന് ദൈവപുത്രനാണെന്ന് പത്രോസ് ഏറ്റുപറഞ്ഞ ശേഷമാണ് തൻ്റെ പീഡാനുഭവത്തെപ്പറ്റി അവിടുന്ന് പ്രതിപാദിച്ചത്. ഈ ലോകത്തിൽ അവിടത്തോടുകൂടെ സഹിക്കാൻ സന്നദ്ധതയില്ലാത്തവർ പരലോകത്തിൽ അവിടത്തോടുകൂടി ആനന്ദിക്കുകയില്ല. തന്നിമിത്തം ക്ഷമയോടുകൂടെ കുരിശു വഹിക്കുന്നതിൽ തന്നെ അനുകരിക്കാൻ പ്രചോദനം നൽകുന്നതിനായിരുന്നു ഈ പ്രവചനം. എന്നാൽ പത്രോസ് എന്താണ് ചെയ്യുന്നത്? അവിടുത്തെ പീഡാനുഭവം തള്ളിപ്പറയുന്നു. പിശാചിന്റെ പരീക്ഷയിലാണോ, ആർദ്രമായ സ്നേഹത്താലാണോ പത്രോസ് പിശാചിന്റെ പരീക്ഷയാലാണോ, ആർദ്രമായ സ്നേഹത്താലാണോ പത്രോസ് ഇങ്ങനെ ചെയ്തതെന്ന് അറിഞ്ഞുകൂടാ. ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ ഇത്ര അപമാനകരമായ പീഡകൾ സഹിക്കുന്നത് ശരിയല്ലെന്നാണ് പത്രോസിൻ്റെ അഭിപ്രായം. ഗലീലയിൽ നിന്ന് ജെറുസലേമിലേക്ക് മടങ്ങുമ്പോൾ ഈശോ തൻ്റെ പീഡാനുഭവത്തെപ്പറ്റി സ്വശിഷ്യരോട് വീണ്ടും സംസാരിച്ചു. അവിടുന്ന് താമസിയാതെ സഹിക്കാനിരിക്കുന്ന നിന്ദനങ്ങളും പീഡകളും അവരോട് വിവരിച്ചു പറഞ്ഞു. ദൈവത്തിനുണ്ടാകുന്ന താഴ്ച കണ്ട് എളിമ പരിശീലിക്കാനാണ് അവിടുന്ന് ഇവ അരുളി ചെയ്തത്. എന്തായിരുന്നു ഫലം? യാക്കോബ്, യോഹന്നാൻ എന്നീ 2 പേർ സ്ഥാനമാനങ്ങൾ കരസ്ഥമാക്കാനുള്ള താല്പര്യം പ്രദർശിപ്പിക്കുകയാണുണ്ടായത്. അവരുടെ മായാസ്തുതിയെയും അതിമോഹത്തെയും ദിവ്യരക്ഷകൻ ശാസിച്ചു. തന്നെത്താൻ താഴ്ത്തുന്നവർക്കുള്ളതാണ് തൻ്റെ രാജ്യമെന്ന് അവിടുന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. ഈശോയെ, ഞങ്ങളും ഞങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കട്ടെ. കുരിശിൻ്റെ രഹസ്യം അറിഞ്ഞിട്ടില്ലാതിരുന്ന സ്ത്രീഹന്മാർക്ക് വല്ല ഒരു കഴിവും പറയാവുന്നതാണ്. എന്നാൽ പീഡാനുഭവത്തെപ്പറ്റി ചിന്തിക്കുന്ന നമുക്ക് അതിൽ നിന്ന് പ്രയോജനമെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്ത് ഒരു കഴിവാണ് നമുക്കുള്ളത്? ധ്യാനം വഴി ആശാനിഗ്രഹവും എളിമയും അഭ്യസിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എന്നാൽ പലപ്പോഴും എതിർവശത്തേക്കാണ് ഞങ്ങളുടെ നീക്കം. ഈശോയെ, അങ്ങയുടെ പീഡാനുഭവത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അങ്ങ് ഞങ്ങളെ എളിമ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ എത്ര പ്രാവശ്യം ആത്മവഞ്ചന ഞങ്ങളെ വഴിതെറ്റിക്കുന്നു. മാധുര്യവാനായ രക്ഷക, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. സഹിക്കാനുള്ള ഞങ്ങളുടെ വൈമനസ്യത്തെ കീഴ്പ്പെടുത്തി വിജയം വരിക്കുന്നതിന് അങ്ങയുടെ പരിശുദ്ധാത്മാവിനോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്വാർത്ഥത്തിൻ്റെ ലാഞ്ചനയുള്ള ഏതെങ്കിലും ഒരു ആഗ്രഹം നിഷേധിക്കേണ്ടതുള്ളപ്പോൾ ഞങ്ങൾ ബലഹീനരായി കാണപ്പെടുന്നു. അങ്ങയുടെ പരിശുദ്ധ നിവേശനങ്ങൾ നിറവേറ്റാതിരിക്കാൻ എന്തെങ്കിലും നിസ്സാര സംഗതി മതി. സർവോപരി ഞങ്ങളുടെ അഹങ്കാരം എത്ര ഭയങ്കരം!
എളിമ പരിശീലിക്കാൻ അങ്ങയുടെ പരിശുദ്ധ പീഡാനുഭവത്തിലുള്ള വിശ്വാസത്തേക്കാൾ വിശിഷ്ടമായ മാർഗം എന്താണുള്ളത്? എത്രയോ സ്നേഹമുള്ള ഈശോയെ, യഥാർത്ഥ ക്ഷമയുടെയും ഉറച്ച എളിമയുടെയും ഗുരുനാഥ, അങ്ങ് തന്നെ പരിശീലിക്കുവാൻ കനിഞ്ഞ ഈ പുണ്യങ്ങൾ ഞങ്ങളെയും അഭ്യസിപ്പിക്കണമേ. അങ്ങയുടെ പീഡാനുഭവം എന്നിൽ ഫലമണിയാതിരിക്കാൻ അനുവദിക്കരുതേ. പീഡാനുഭവത്തെപ്പറ്റി ധ്യാനിക്കുവാൻ വേണ്ട കൃപാവരം അപേക്ഷിച്ചുകൊണ്ട് അങ്ങയുടെ മുമ്പാകെ ഞങ്ങൾ സാഷ്ടാംഗം പ്രണമിക്കുന്നു. എളിമയും ക്ഷമയും കൂടാതെ ഞങ്ങൾ രക്ഷപ്പെടുകയില്ല എന്നതായിരിക്കട്ടെ ഞങ്ങളുടെ ജീവിത തത്വം. എളിമയുണ്ടായിരിക്കുകയും ഞങ്ങളുടെ നീചത്വം ഞങ്ങൾ ഗ്രഹിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് ക്ഷമയുണ്ടാകും. വീണ്ടും ഈശോയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈശോ ചെയ്ത അത്ഭുതങ്ങൾ കണ്ട് അപ്പസ്തോലന്മാർ വിസ്മയഭരിതരായിരിക്കുമ്പോഴാണ് അവിടുന്ന് തൻ്റെ പീഡാനുഭവത്തെപ്പറ്റി വീണ്ടും പ്രസ്താവന നടത്തിയത്. അവിടുന്ന് അരുൾ ചെയ്തു, 2 ദിവസങ്ങൾക്ക് ശേഷം പെസഹായാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അന്ന് മനുഷ്യപുത്രൻ കുരിശുമരണത്തിന് ഏൽപ്പിക്കപ്പെടും. തൻ്റെ ഇഷ്ടത്തിനെതിരായി യാതൊന്നും തനിക്ക് സംഭവിക്കുകയില്ലെന്ന് അപ്പസ്തോലന്മാരെ ഗ്രഹിപ്പിക്കാനാണ് അവിടുന്ന് ഇങ്ങനെ അരുൾ ചെയ്തത്. അവിടുന്ന് കുരിശിൽ മരിക്കുമ്പോൾ അവർ ഇതോർത്ത് മനസ്സിലാക്കണം, അവിടുന്ന് ദൈവമാണെന്ന്. ഈ മഹാരഹസ്യം ബോധ്യപ്പെടുത്താൻ ഇതിനേക്കാൾ ദൃഢമായ സ്പഷ്ടമായ ഒരു പ്രസ്താവന അവിടത്തേക്ക് ചെയ്യുവാൻ കഴിയുകയില്ല. കാഴ്ചശക്തിയോ ബോധമോ ഇല്ലാത്തവരെ പോലെ അവരിതും മനസ്സിലാക്കുകയില്ല. വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രവചിച്ചിട്ടുള്ളതുപോലെ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെടുന്നതും നിന്ദിക്കപ്പെടുന്നതും ചമട്ടികൊണ്ട് അടിക്കപ്പെടുന്നതും തൂക്കപ്പെടുന്നതും കൊല്ലപ്പെടുന്നതും വിശദമായി അവിടുന്ന് പ്രവചിച്ചു. എങ്കിലും അവർക്ക് മനസ്സിലായില്ല. അവരത് ഒരു ഉപമയോ അലങ്കാരമോ ആയി തള്ളി. അവർ ആ വാക്കുകളുടെ അർത്ഥം തെറ്റിദ്ധരിക്കുന്നു. ഈശോയുടെ പീഡാനുഭവം ഒഴികെ മറ്റെന്തെങ്കിലുമാണെന്ന് അവർ ഭാവന ചെയ്യുന്നു. അതിനാലാണ് ദിവ്യഗുരു അവരെ തഴച്ചു വളർന്ന് കാണാൻ ആഗ്രഹിച്ചിരുന്ന എളിമ അവരിൽ കാണാതെ വന്നത്. ഉന്നത സ്ഥാനത്തിന് വേണ്ടി അവർ സദാ മത്സരിച്ചു കൊണ്ടിരുന്നു. അപ്പസ്തോലന്മാർ ഈ ദൃശ്യ ചിന്താഗതി അവലംബിച്ചതെങ്ങനെയാണെന്ന് നാം ആരായേണ്ടതില്ല. നമ്മുടെ കാര്യം തന്നെ നമുക്ക് ചിന്തിച്ചു നോക്കാം. നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവത്തെപ്പറ്റി ചിന്തിക്കുമ്പോഴും വായിക്കുമ്പോഴും നമ്മൾ അവരെപ്പോലെ തന്നെയല്ലേ? നമ്മളും ബോധമില്ലാത്ത മന്ദബുദ്ധികളായ ഭോഷരല്ലേ? ആരെന്തിന് ആർക്കു വേണ്ടി സഹിക്കുന്നുവെന്ന് പരിശോധിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം നിർജീവമായും നമ്മൾ വികാരശൂന്യരായും കാണപ്പെടുകയാണ്. ഈ ഹൃദയ കാഠിന്യവും മാനസിക അന്ധകാരവും നശിച്ചു പോകുന്ന ആത്മാക്കൾക്കുള്ള ശിക്ഷയായിരിക്കുമോ? നമ്മുടെ രഹസ്യങ്ങൾ അത്തരക്കാർക്ക് അജ്ഞാതമായിരിക്കുമല്ലോ. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങൾക്ക് അങ്ങനെയൊരു ഭയമുണ്ട്. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം പ്രസ്തുത ഭയം അകാരണമല്ല. ആത്മാവിൻ്റെ പ്രകാശമേ, കാരുണ്യത്തിനായി ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. കാരുണ്യത്തിനായി ഞങ്ങൾ നിലവിളിക്കുന്നു. ഞങ്ങളുടെ അന്ധകാരത്തെ പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. അങ്ങയുടെ പ്രകാശം ലഭിക്കുന്നതിന് ഞങ്ങൾ തീരെ അയോഗ്യരാണെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങയുടെ സഹായത്താൽ മേലിൽ അങ്ങയുടെ പ്രകാശം ദുരുപയോഗിക്കുകയില്ലെന്നും അങ്ങയുടെ സ്തുതിക്കായി വിനിയോഗിച്ചു കൊള്ളാമെന്നും ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങളുടെ കണ്ണുകൾ തുറക്കണമേ. ഞങ്ങളുടെ ഹൃദയകാഠിന്യത്തെ മയപ്പെടുത്തണമേ. ഞങ്ങളുടെ ദുഃഖ രഹസ്യങ്ങളെപ്പറ്റി ഭക്തിയോടും ശ്രദ്ധയോടും അനുതാപത്തോടും കൂടെ ധ്യാനിക്കുന്നതിന് ബുദ്ധി എന്ന ദാനം നൽകണമേ. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ അറിഞ്ഞുകൂടാ. ഞങ്ങളുടെ ദുരാശകൾ മുമ്പത്തേക്കാൾ ക്രമരഹിതമാണെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ എന്താണ് പ്രാർത്ഥനയുടെ പ്രയോജനം? കരുണാർദ്ദനായ ഈശോ, പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങയുടെ പരിശുദ്ധമായ കൃപാവരം ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. ഈശോയെ, വീണ്ടും
ഞങ്ങൾ അങ്ങയുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അങ്ങേക്കായി യഹൂദർ ദുരാലോചന ചെയ്ത നിമിഷങ്ങൾ. മരിച്ചുപോയ ലാസറിനെ ഈശോ അത്ഭുതകരമായി ഉയർപ്പിച്ച വാർത്ത പുറത്തു വന്നപ്പോൾ പല യഹൂദരും മാനസാന്തരപ്പെട്ടിട്ട് ഈശോ ദൈവപുത്രനാണ് എന്ന് ഏറ്റുപറയുകയുണ്ടായി. അവിടുത്തെ അത്ഭുതങ്ങളിൽ ഒടുവിലത്തേതും എത്ര ഹൃദയസ്പർശകവുമായിരുന്നു ഇത്. ഒടുവിലേക്ക് ഇത് മാറ്റിവെച്ചത് ദിവ്യമായ ഉദ്ദേശത്തോടുകൂടെ തന്നെയായിരുന്നു. തദവസരത്തിൽ ചില ആളുകൾ ഫരിസേയരുടെ അടുക്കൽ പോയി ഈശോയ്ക്ക് ലഭിച്ച പ്രശസ്തിയെപ്പറ്റിയും ഈ അത്ഭുത നിമിത്തം അവിടുത്തെ അനുയായികളുടെ സംഖ്യയ്ക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന വർധനയെപ്പറ്റിയും അവരോട് സംസാരിച്ചു. തൽക്ഷണം ഫരിസേയരും അധികാരികളും കയ്യഭാസിന്റെ ഭവനത്തിൽ സമ്മേളിച്ച് ഈശോയ്ക്കെതിരായി ആലോചനകൾ നടത്തി. ഈ അത്ഭുതത്തിന്റെ സത്യാവസ്ഥ അവർക്ക് നിഷേധിക്കാനോ മറച്ചു വയ്ക്കാനോ മാർഗമില്ലായിരുന്നു. അതുകണ്ട് താല്പര്യപൂർവം അവർ ഈശോയെ ബഹുമാനിക്കേണ്ടതിന് പകരം അവിടുത്തെ അങ്ങേയറ്റം വെറുത്തിരുന്ന ആ നീച ജനത ഒന്നുകൂടി ദ്രോഹിക്കുകയും ശോഭിക്കുകയുമാണ് ഉണ്ടായത്. ക്രമരഹിതമായ ദുരാശകൾ എവിടേക്ക് തന്നെ നമ്മളെ ആനയിക്കുകയില്ല. ഈശോ മിശിഹായുടെ പീഡാനുഭവത്തെപ്പറ്റി ധ്യാനിക്കുമ്പോൾ ഈ സംഗതി നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ടതാണ്. ലോകദൃഷ്ടിയിൽ പീഡാനുഭവത്തിൻ്റെ കാരണം എന്താണ്? യഹൂദ ഭരണാധികാരികളുടെ അന്ധമായ ദുരാശയല്ലേ? ദൈവത്തിൻ്റെ മുൻപാകെ അതിനുള്ള കാരണം എന്താണ്? നമ്മുടെ പാപങ്ങൾ എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? നമ്മുടെ ആന്തരിക ദുർഗുണങ്ങളിൽ നിന്ന്, വിശിഷ്യ നമ്മുടെ ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയെല്ലാം ഭരിക്കുന്ന സ്ഥായിയായ ഏക ദുർഗുണത്തിൽ നിന്ന്. ദുർഗുണങ്ങളെ അഥവാ ദുരാശകളെ നിഗ്രഹിച്ചാണ് വിശുദ്ധരെല്ലാവരും പുണ്യപ്രാപ്തി നേടിയതെന്ന് അവരുടെ ജീവചരിത്രം വായിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. പുണ്യവാന്മാർ വിശുദ്ധ പദത്തിന് വേണ്ടി വിനിയോഗിച്ച ഈ ദുർഗണങ്ങൾ ഞങ്ങളുടെ ദൈവമേ, അങ്ങേ ദ്രോഹിക്കുന്നതിനായി ഞങ്ങൾ വിനിയോഗിക്കുന്നു. ഈ ദുർഗുണങ്ങളെ അങ്ങ് എൻ്റെ പ്രകൃതിയെ നിക്ഷേപിച്ചത് അവയെ തിന്മയുടെ ഉപകരണങ്ങളോ സന്ദർഭങ്ങളോ ആക്കുവാനായിട്ടല്ല, പുണ്യ അഭ്യാസത്തിന് സന്ദർഭമുണ്ടാക്കാൻ വേണ്ടിയാണ്. കയ്യഭാസിന്റെ ഭവനത്തിൽ ഫരിസേയർ ചെയ്തതുപോലെ ഞങ്ങളുടെ ഹൃദയത്തിലെ ദുർഗുണങ്ങളോട് ഞങ്ങൾ ഉപദേശം ചോദിക്കുന്നു. ഈ ഉപദേശങ്ങളുടെ ഫലം എന്താണ്? അങ്ങേക്കെതിരായ ദ്രോഹങ്ങൾ കരുപിടിപ്പിക്കുക. എന്താണ് ഇതിന് പരിഹാര മാർഗം? എന്താണ് ഞങ്ങൾക്കൊരഭയം? നല്ല ദൈവമേ, അങ്ങയ്ക്ക് മാത്രമേ ഞങ്ങളെ സഹായിക്കാൻ കഴിയുള്ളൂ. ആകയാൽ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ദുർഗുണ കേന്ദ്രങ്ങൾ അങ്ങേ പരിശുദ്ധ കൽപ്പനകളാൽ നിയന്ത്രിക്കപ്പെടാനും വിശ്വാസത്തിനും യുക്തിക്കും കീഴ്പ്പെട്ടിരിക്കാനും വേണ്ട അനുഗ്രഹം ഈശോ മിശിഹായുടെ പീഡാനുഭവത്തെ പ്രതി ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ നിരവധി ദുഷിച്ച വാസനകൾ നിമിത്തം ഞങ്ങളുടെ രോഗങ്ങൾ പലതും ഭയങ്കരമാണ്. തിന്മയിലേക്ക് ഞങ്ങളെ വീഴിക്കുന്ന ശക്തികളേക്കാൾ നന്മയിൽ ഉറച്ചു നിൽക്കുന്നതിനും നന്മ പ്രവർത്തിക്കുന്നതിന് സഹായിക്കാനും അങ്ങയുടെ വിജ്ഞാനവും കാരുണ്യവും കൃപാവരവും കൂടുതൽ കരുത്തേറിയ സഹായങ്ങളാണ്. സർവോപരി ഞങ്ങൾ ഭയപ്പെടുന്നത് അഹങ്കാരമാണ്. വിനീതരുടെ നിയന്താവും എളിമയുടെ ഗുരുവുമായ അങ്ങയോട് ഞങ്ങൾ ചോദിക്കുന്നു. ഞങ്ങളുടെ സകല തിന്മകളുടെയും മൂലത്തെയും ഉത്ഭവസ്ഥാനത്തെയും
എതിരിടുന്നതിന് ഞങ്ങൾക്ക് പ്രകാശം നൽകണമേ. ഞങ്ങളുടെ അഹങ്കാരം ഞങ്ങൾക്ക് അറിയുവാൻ കഴിയാത്തതിനാൽ ഞങ്ങളുടെ വിചാരങ്ങളും ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും പ്രവൃത്തികളും പരിശോധിച്ച് ഞങ്ങളുടെ വീഴ്ച എവിടെയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കട്ടെ. ഈശോയെ വെറുക്കുവാൻ പുരോഹിതരെയും ഫരിസേയരെയും പ്രേരിപ്പിച്ച സ്ഥായിയായ ദുർഗുണം അസൂയയാണ്. ജനങ്ങൾ അവിടുത്തെ അത്ഭുതങ്ങൾ കണ്ട് വിസ്മയിച്ച് പിഞ്ചൊല്ലുന്നതായി അവർ കണ്ടു. ആ ജനങ്ങളുടെ സ്നേഹവും ബഹുമാനവും തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയേക്കുമെന്ന് അവർക്ക് ആശങ്കയുണ്ടായി. തന്നിമിത്തം തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സുരക്ഷിതമാക്കാൻ ഭൂമിയിലെ എത്രയും പരിശുദ്ധനായ മനുഷ്യൻ്റെ കഥ അവസാനിപ്പിക്കാൻ അവർ തീരുമാനിച്ചു. ജനങ്ങളുടെ സ്നേഹാദരങ്ങൾ അവർക്ക് ആദായ മാർഗമായിരുന്നു. തന്മൂലം അസൂയയും അത്യാഗ്രഹവും കൂടി എത്രയും ഭയങ്കരമായ ഒരു തിന്മ ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചു. അസൂയ ആത്മാക്കളെ വരുത്തിക്കൂട്ടുന്ന നാശം കാണുക. ലോകത്തിന് അത് എന്ത് ദോഷം ചെയ്യുന്നുവെന്ന് ചിന്തിക്കുക. ഭക്തജനങ്ങൾ കൂടി ഈ തിന്മയിൽ നിന്ന് വിമുക്തരല്ല. അത് വളരെ നീചമാണെന്ന് വിധി എഴുതുന്നവർ തന്നെ അതിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ ഒരു പരിശ്രമവും ചെയ്യുന്നില്ല. അസൂയ വലിയ ഉപദ്രവം ചെയ്യുകയില്ലെന്നാണ് പൊതുവായ നിലപാടും. തന്നിമിത്തം ജനങ്ങൾ അതിനെ ഭയപ്പെടുന്നില്ല, അത് കാണുക തന്നെ ചെയ്യുന്നില്ല. എന്നാലും അതുവഴി നാം അറിയാതെ നിത്യനാശത്തിലേക്കാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മനസ്സാക്ഷിയുടെ ഉള്ളറകളിലേക്ക് കടന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. പക്ഷേ അവിടെ ഒളിച്ചിരിക്കുന്ന വല്ല ദുർഗുണവും അജ്ഞാതമായ വ്യാധി എന്ന പോലെ നമ്മളെ ക്ഷീണിപ്പിക്കുകയും കാർന്നു തിന്നുകയുമായിരിക്കും ചെയ്യുന്നത്. ചില സന്ദർഭങ്ങളിൽ നമ്മുടെ നിലയിലുള്ളവരുടെ അംഗീകാരവും ബഹുമാനവും നാം ഇച്ഛിച്ചുവെന്ന് വരും. അപ്പോൾ നമുക്ക് തുല്യനായവൻ, പക്ഷേ നമുക്ക് കീഴുള്ളവൻ നമ്മളെക്കാൾ കൂടുതൽ ബഹുമാനിക്കപ്പെടുന്നതും സമാദരിക്കപ്പെടുന്നതും സ്നേഹിക്കപ്പെടുന്നതുമായി നാം കണ്ടെന്നു വരും. അത് കാണുമ്പോൾ നമുക്ക് അസംതൃപ്തിയും സങ്കടവും തോന്നുന്നു. നമ്മുടെ അയൽക്കാരന് എന്തെങ്കിലും ഒരു നന്മ വരുമ്പോൾ ആ നന്മ നമുക്ക് സിദ്ധിച്ചാൽ എന്നതുപോലെ നമ്മൾ സന്തോഷം പ്രകാശിപ്പിക്കുന്നുണ്ടോ? സ്നേഹം ഇത് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നു. സ്നേഹത്തിനെതിരായുള്ള ഹൃദയത്തിൻ്റെ ഏത് ചലനവും സാക്ഷാൽ അസൂയയുടെ പ്രകടനമാണ്. ഓ ആത്മാവേ, ദൈവദൃഷ്ടിയിൽ ഞങ്ങൾ എങ്ങനെ നിൽക്കുന്നു? കാരുണ്യവാനായ നല്ല ദൈവമേ, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ നീചത്വം കണ്ട് ഞങ്ങൾ വിറയ്ക്കുന്നു. പലപ്പോഴും അന്യർക്ക് ഓരോ നന്മ വരുന്നത് കാണുമ്പോൾ ഞങ്ങൾ ദുഃഖിക്കുന്നു. അതേസമയം ഈ സന്താപം തീഷ്ണതയുടെ ഫലമാണെന്ന് കരുതി ഞങ്ങൾ സംതൃപ്തി അടയുന്നു. എന്നാൽ ഇത് പരിഷ്കൃതവും നിഗൂഢവുമായ അസൂയയുടെ ഫലമല്ലെന്നുള്ളതിന് എന്തുറപ്പാണുള്ളത്? കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അഗാധങ്ങൾ കൂടി ദർശിക്കുന്ന അങ്ങയുടെ സൂക്ഷ്മതയുള്ള ദൃഷ്ടികൾ കൊണ്ട് അങ്ങ് ഞങ്ങളുടെ ദുർഗുണങ്ങൾ കാണുന്നു. ഞങ്ങൾ അവയെ കാര്യമായി ഗണിക്കുന്നില്ല, അവയെപ്പറ്റി ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല, അവയെ ഇല്ലാതാക്കാൻ യാതൊന്നും ചെയ്യുന്നുമില്ല. അന്ധമായ ഞങ്ങളുടെ അസൂയ ഞങ്ങളുടെ കാഴ്ചശക്തിയെ നശിപ്പിക്കുന്നു. ആ നിർഭാഗ്യർ ഇവരുടെ സൗഭാഗ്യത്തിൽ സ്നേഹപൂർവ്വം സന്തോഷിച്ച് ഒരു പുണ്യവാന്മാരാകാനുള്ള ഞങ്ങൾ അവരുടെ സൗഭാഗ്യത്തിൽ അസന്തുഷ്ടനായി നിർഭാഗ്യനായി തീരുന്നു. അങ്ങനെ ദുഷ്ടയഹൂദന്മാരോടൊപ്പം ഞങ്ങൾ നശിച്ചു പോകുന്നു. നല്ല ദൈവമേ, അസൂയ പിശാചിന്റെ പ്രത്യേക തിന്മയാണ്.
അങ്ങ് മനുഷ്യന് ചെയ്തു കൊടുക്കുന്ന നന്മയെ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ് പിശാച് മനുഷ്യനെ മർദ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. ആകയാൽ അസൂയ എന്ന എത്ര നികൃഷ്ടമായ തിന്മയെ മനസ്സിലാക്കുവാനും വെറുക്കുവാനും അങ്ങയുടെ സഹായം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ അനുദിന ആത്മപരിശോധനയിൽ അസൂയയെപ്പറ്റി കൂടി ഞങ്ങൾ ചിന്തിക്കുന്നതാണ്. ഞങ്ങൾക്ക് കുറ്റമുള്ളതായി കണ്ടാൽ ഞങ്ങൾ അനുദപിച്ച് കുമ്പസാരിക്കാം. മാത്രമല്ല, അതിൻ്റെ സന്ദർഭങ്ങൾ സൂക്ഷിച്ച് അസൂയയുടെ പ്രഥമ ചലനങ്ങളെ തന്നെ ഞങ്ങൾ എതിർക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. പ്രധാന പുരോഹിതന്മാരുടെയും പരിസയരുടെയും സംഘത്തിൽ ഈശോമിശിഹായ്ക്കെതിരായി ഉന്നയിച്ച പ്രത്യേക ആരോപണം അവിടുത്തെ അത്ഭുതങ്ങളാണ്. അവർ പറഞ്ഞു, നമ്മൾ എന്തു ചെയ്യും? ഈ മനുഷ്യൻ നിരവധി അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവൻ്റെ തന്ത്രങ്ങൾ നാം അങ്ങനെ വെറുതെ വിട്ടാൽ അവനെ എല്ലാവരും വിശ്വസിച്ചു തുടങ്ങും. അന്ധന്മാർക്ക് കാഴ്ച കൊടുത്തതും രോഗികളെ സുഖപ്പെടുത്തിയതും മരിച്ചവരെ ഉയർപ്പിച്ചതും സർവരുടെ നന്മയ്ക്കായി അസാധാരണ കാര്യങ്ങൾ ചെയ്തതും അവർ അനുസ്മരിച്ചു. അവിടുന്ന് പ്രവാചകന്മാർ വാഗ്ദാനം ചെയ്ത രക്ഷകനാണെന്ന് ഏറ്റുപറയുന്നതിന് പകരം അവിടുത്തെ വധിക്കണമെന്ന് അവർ തീരുമാനിക്കുകയത്രേ ചെയ്തത്. ഒരുത്തിനെ കൊലയ്ക്കും വിധിക്കുവാൻ അയാളുടെ സൽപ്രവൃത്തികൾ കാരണമായി ഉന്നയിച്ചത് നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അങ്ങനെയാണ് അവർ ഈശോയോട് പ്രവർത്തിച്ചത്. അവിടുത്തെ അത്ഭുതങ്ങൾ അവിടുത്തെ തെറ്റുകളായി ഉന്നയിക്കപ്പെട്ടു. ഈ മനുഷ്യരുടെ അന്ധത കാണുക. രക്ഷകന്റെ ആഗമനം പ്രതീക്ഷിച്ച് അവർ പ്രാർത്ഥിക്കുകയായിരുന്നു. അവിടുന്ന് വന്നിരിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ മാത്രം തെളിവുകൾ ഉണ്ടായിരുന്നിട്ടും അവർ അവിടുത്തെ നിഷേധിക്കുന്നു. എങ്ങനെ അവിടുത്തെ വധിക്കാമെന്ന് അതീവ കോപത്തോടെ അവർ ആലോചന നടത്തുന്നു. ഇവിടെ നമുക്ക് നമ്മളെ തന്നെ കാണാം. എളിമയ്ക്കും പരസ്നേഹത്തിനും ക്ഷമയ്ക്കും രക്ഷയ്ക്കും ആവശ്യമായ മറ്റു പുണ്യങ്ങൾക്കും വേണ്ടി താല്പര്യപൂർവ്വം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ദൈവം എളിമയും പരസ്നേഹവും ക്ഷമയും മറ്റു പുണ്യങ്ങളും അഭ്യസിക്കുന്നതിന് ആവശ്യമായ സന്ദർഭങ്ങളും പ്രചോദനങ്ങളും സഹായങ്ങളും നൽകുന്നു. എന്നാൽ നമ്മൾ എന്തു ചെയ്യുന്നു? നമ്മൾ ആ സന്ദർഭങ്ങളിൽ നിന്ന് ഓടിയകലുന്നു. ദൈവനിവേശത്തെ എതിർക്കുന്നു. ദൈവസഹായത്തെ നിന്ദിക്കുന്നു. ദൈവത്തിൻ്റെ നന്മയെ എതിർക്കുന്നവരും കൃതജ്ഞരുമായ ആത്മാക്കളെപ്പോലെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ പ്രവർത്തിക്കുന്നു. തങ്ങളുടെ ലൗകിക താല്പര്യങ്ങൾക്കും അനിയന്ത്രിതമായ ദുരാശകൾക്കും യാതൊരു വിഘ്നവും വരാതെ തങ്ങളെ രക്ഷിക്കാൻ ഒരു രക്ഷകൻ വരണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. അതുപോലെ തന്നെ നമ്മുടെ ദുരാശകളും ദുഷിച്ച ചാച്ചിലുകളും നിഷേധിക്കാതെ നമ്മുടെ രക്ഷയ്ക്ക് ആവശ്യമായവ ലഭിക്കണമെന്നാണ് നമ്മുടെയും ആഗ്രഹം. നല്ല ദൈവമേ, അങ്ങ് ഞങ്ങളെപ്പറ്റി എന്ത് പറയുന്നു? ഞങ്ങളുടെ അഭീഷ്ടമനുസരിച്ച് ഞങ്ങളെ രക്ഷിക്കുന്നവനും തിന്മ കൈവടിയാൻ സന്നദ്ധതയില്ലാത്ത ഞങ്ങൾക്ക് പുണ്യങ്ങൾ തരാൻ സന്നദ്ധതയുള്ളവനും ലോകത്തോടും സ്വാർത്ഥതയോടുമുള്ള ഞങ്ങളുടെ പ്രതിപത്തി ഭേദിക്കുവാൻ ഒരുക്കമല്ലാത്ത ഞങ്ങളെ ദൈവരാജ്യത്തിലേക്ക് ആനയിക്കുന്നവനുമായ ഒരു രക്ഷകനെ ഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ യഹൂദന്മാരെ അനുകരിക്കുകയല്ലേ ചെയ്യുന്നത്? അങ്ങയുടെ കൃപയും അനുഗ്രഹവും ഏറ്റുപറയുന്നവനും അതേസമയം അങ്ങയ്ക്ക് നന്നായി മനസ്സായിട്ടുള്ള ഞങ്ങളുടെ തിന്മകളെ ഞങ്ങൾ ഗ്രഹിക്കാനും ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളും സ്വാഭാവിക അനിഷ്ടങ്ങളും വരുത്തുന്ന പ്രതിബന്ധങ്ങളെ അവഗണിച്ച് നല്ല പരിശ്രമം ചെയ്ത് ഞങ്ങളുടെ തിന്മകളെ തിരുത്താൻ വേണ്ടി അവ ഏതെല്ലാമെന്ന് അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവേ, അങ്ങ് തന്നെയാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത്. അങ്ങയുടെ തിരുമനസ്സിന് അനുയോജ്യമായി അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ അങ്ങ് ഉപേക്ഷിക്കുന്നു. ഞങ്ങളുടെ രക്ഷയ്ക്കായി അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ സഹായങ്ങളും അനുഗ്രഹങ്ങളും ഞങ്ങളുടെ നാശത്തിനായി ഞങ്ങൾ ദുരുപയോഗിക്കാതിരിക്കാൻ എളിമയോടുകൂടി ഞങ്ങൾ അപേക്ഷിക്കുന്നു.
ഞങ്ങളുടെ രക്ഷകൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള വഴിയിൽ കൂടി അല്ലാതെ ഞങ്ങൾ രക്ഷപ്പെടുകയില്ല. ആകയാൽ നമ്മുടെ രക്ഷകനായ ഈശോയെ ദൃഢ മനസ്സോടെ നാം പിൻചെല്ലണം. അവിടുത്തെ തത്വങ്ങളും മാതൃകയും നാം കണക്കിലെടുക്കണം. യഹൂദന്മാർ ഉപേക്ഷിച്ച ഈശോ ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുകയും ആരാധിക്കുകയും അനുകരിക്കുകയും ചെയ്യുന്നതിന് ഇടയാകട്ടെ. ദൈവപ്രസാദത്തിൻ്റെ കുറവ് കൊണ്ട് പുണ്യാഭ്യാസനം സാധ്യമായില്ലെന്ന് ദൈവത്തിൻ്റെ ന്യായാസനത്തിങ്കൽ ഞങ്ങൾക്ക് ഒരു കഴിവ് പറയുവാൻ സാധ്യമല്ല. ഞങ്ങളുടെ അലസത ഞങ്ങളുടെ കുറ്റത്തെ തെളിയിക്കും. അലസനും പ്രയോജനരഹിതനുമായ ഭൃത്യനെന്ന നിലയിൽ തക്ക ശിക്ഷ ഞങ്ങൾക്ക് ലഭിച്ചുവെന്ന് വന്നേക്കും. ഈശോയെ, ജീവിക്കാൻ അനുവദിച്ചാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും. റോമാക്കാർ വന്ന് നമ്മുടെ രാജ്യം കൈവശമാക്കും എന്നാണ് യഹൂദ പുരോഹിതർ ഈശോയ്ക്കെതിരായി പറഞ്ഞുകൊണ്ടിരുന്നത്. ഓരോരുത്തരും ഓരോന്ന് അവരവരുടെ ഇംഗിതമനുസരിച്ച് അഭിപ്രായങ്ങൾ തട്ടിവിട്ടു. കയ്യാഫാസ് അവരെയൊക്കെ വിടുവായരെന്ന് വിളിച്ചുകൊണ്ട് ഈശോയെ കൊല്ലാനുള്ള കാരണം ഇങ്ങനെ പ്രകടമാക്കി. പൊതുനന്മയ്ക്ക് അവൻ മരിക്കുന്നത് ഒരത്യാവശ്യമാണ്. അവിടുന്ന് നിരപരാധിയാണോ അല്ലയോ, നീതി ഏത് വശത്താണ്, ഇക്കാര്യങ്ങളൊന്നും നമ്മൾ നോക്കേണ്ടതില്ല. എന്താണ് ആവശ്യം, എന്താണ് നല്ലത്, അത് മാത്രം നാം പരിഗണിച്ചാൽ മതി എന്നായിരുന്നു കയ്യാഫാസിൻ്റെ അഭിപ്രായം. അദ്ദേഹം ഈ കാര്യം പ്രസ്താവിച്ചയുടനെ എല്ലാവരും ആ അഭിപ്രായം സ്വീകരിച്ചു. തീഷ്ണതയുടെ പേരിൽ അവർ ഈശോയുടെ വധത്തിന് പ്ലാനിട്ടു. ഈശോയെ സംബന്ധിച്ച ഈ ദുരാലോചനകളിൽ മനസ്സാക്ഷിക്കോ ദൈവഭയത്തിനോ യാതൊരു സ്ഥാനവും നൽകുകയുണ്ടായില്ല. അവരുടെ സ്വാർത്ഥ താല്പര്യവും മാനുഷിക പരിഗണനകളും മാത്രമേ അവർ കണക്കിലെടുത്തുള്ളൂ. കാര്യങ്ങൾ ശരിയായ വെളിച്ചത്തിൽ കണ്ടിരുന്നുവെങ്കിൽ തങ്ങളുടെ അടുക്കലേക്ക് വന്നിരിക്കുന്ന രക്ഷകനെ വിശ്വസിക്കുന്നതാണ് ഏറ്റവും ഉത്തമമെന്ന് അവർ ഗ്രഹിക്കുമായിരുന്നു. എന്നാൽ അഹങ്കാര നിമിത്തം അവർ അവിടുത്തെ ഉപേക്ഷിക്കുകയും അവിടത്തേക്കെതിരായി ദുരാലോചന നടത്തുകയും ചെയ്യുന്നു. തന്നിമിത്തം നിത്യവും താൽക്കാലികവുമായ സകല നന്മയും അവർ നഷ്ടപ്പെടുത്തുന്നു. ഇങ്ങനെയല്ലേ ഞങ്ങളും ചെയ്യുന്നത്? ഏതെങ്കിലും ദുർഗണത്തിൻ്റെ പേരിൽ ഞങ്ങൾ പ്രവർത്തിക്കുമ്പോഴെല്ലാം ഞങ്ങളുടെ വശത്ത് അങ്ങനെ ചെയ്യാൻ എത്രയും നല്ല ന്യായങ്ങളുണ്ടെന്ന് ഞങ്ങൾ ഭാവന ചെയ്യുകയും നമ്മുടെ വാസനകളെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യുന്നു. നാം സ്വീകരിക്കുന്ന പ്രവർത്തന പദ്ധതിയിൽ യാതൊരു കുറവുമില്ലെന്ന് നാം കരുതുന്നു. അവസാനം നമുക്ക് അനുകൂലമായി സംഗതികൾ തിരിയുമെന്നാണ് നമ്മുടെ ഉറപ്പ്. നാം പാപം ചെയ്യുമ്പോഴെല്ലാം നമ്മുടെ ഇന്ദ്രിയ വാസനകളെ നാം താലോലിക്കുന്നു. ഒരു ചില്ലറ ബഹുമാനത്തിന് വേണ്ടി അധ്വാനിക്കുന്നതും ഏതെങ്കിലും ഒരു സന്തോഷം ആസ്വദിക്കുന്നതും വല്ല ഒരു ചെറിയ കാര്യം നേടുന്നതും നമുക്ക് ലാഭമാണെന്ന് നമ്മുടെ വിചാരം. എന്നാൽ വാസ്തവത്തിൽ ആ സന്ദർഭങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ അവതീർണ പുത്രനെ വധിക്കാനായി നമ്മൾ ദുരാലോചന നടത്തുകയാണ്. ഭൗമിക ജീവിതത്തിൻ്റെ സന്തോഷങ്ങളെയും സൗകര്യങ്ങളെയും നമ്മൾ സ്നേഹിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെയാണ് അമിതമായി സ്നേഹിക്കുന്നത്. അതേസമയം നമ്മുടെ സ്വാർത്ഥ സ്നേഹമാണ് നമ്മുടെ സകല നാശങ്ങളുടെയും കാരണമെന്നും നമ്മളെ അന്ധരാക്കുന്നതെന്നും നമുക്ക് അറിയാം. നമ്മുടെ എത്രയോ വലിയ ശത്രുവായ സ്വാർത്ഥ സ്നേഹം നമ്മളെ ഇങ്ങനെ സദാ അനുഗമിക്കുന്നത് എത്ര നീചമാണ്. ഓ നല്ല ദൈവമേ, ഞങ്ങളുടെ വിവേകം എവിടെ പോയി? അങ്ങയുടെ പരിശുദ്ധ കൃപാവരത്തെക്കാളും നിത്യരക്ഷയെക്കാളും ശ്രേഷ്ഠമായി ഒരു വ്യർത്ഥ സന്തോഷത്തെ വിലയിരുത്തുന്ന ഞങ്ങളുടെ വിശ്വാസം എവിടെ? അങ്ങയെ ദ്രോഹിക്കുകയും ഞങ്ങളുടെ ആത്മാവിനെ ഉപദ്രവിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഭൗമിക ആശ്വാസങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് എന്ത് പ്രയോജനം? ഈ ലോകത്തിൽ ക്ഷണികമായ സന്തോഷം അനുഭവിച്ച് പരലോകത്തിൽ നിത്യമായ ശിക്ഷയ്ക്ക് വിധേയരാകുന്നത് ഞങ്ങളുടെ നന്മയ്ക്കാണോ? ഞങ്ങൾക്ക് എത്രയോ ഉപകാരപ്രദവും ശ്രേഷ്ഠവുമായത് ഇന്നും എന്നും സർവനന്മ സ്വരൂപിയായ അങ്ങയിൽ മാത്രമേ ഞങ്ങൾ കണ്ടെത്തുകയുള്ളൂ. ഈ മഹാസത്യമനുസരിച്ച് ഞങ്ങളെ തന്നെ നിയന്ത്രിക്കുന്നതിന് ഞങ്ങളുടെ ദൈവമേ ദൃഢവും വിവേകമായതും ശരിയായതുമായ ഒരു മനസ്സ്, ഒരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. നമുക്ക് നമ്മുടെ അനിഷ്ടങ്ങൾ പരിശോധിക്കാം.
തത്സംബന്ധമായ അബദ്ധങ്ങൾ നമ്മളെ എളുപ്പത്തിൽ വഴിതെറ്റിച്ചേക്കാവുന്നതാണ്. നമ്മുടെ താല്പര്യത്തിന് വഴിമാറിക്കൊടുക്കുന്ന ദൈവശാസ്ത്ര ചിന്തകളെ ദൈവമാണ് വിധിക്കുക. പ്രവാചകന്മാർ പ്രസ്താവിച്ചിട്ടുള്ളതുപോലെ പരമനാഥനായ ലോകരക്ഷകന്റെ പ്രാണഹാനിക്കായി ദുരാലോചന നടത്തിയ അധികാരികൾ ഒരു ദുഷ്ട സമൂഹമാണ്. എന്നാൽ ആ പരമാർത്ഥവും സ്വർഗം അറിഞ്ഞിട്ടില്ലാതിരുന്നതല്ല. ജനങ്ങളെ രക്ഷിക്കാൻ ഒരാൾ മരിക്കേണ്ടതാണെന്ന് കയ്യഫാസ് പറഞ്ഞില്ലേ? ദൈവത്തിന്റെ നിശ്ചയം അനാദി മുതൽ ഇതുതന്നെയായിരുന്നു. ആദാമിന്റെ സന്തതികളെല്ലാം മരണവിധിക്ക് വിധേയമായിരിക്കാൻ അവരെ സ്വതന്ത്രരാക്കി രക്ഷിക്കുന്നതിന് ദൈവം തന്നെ മരിക്കുക വേണ്ടിയിരുന്നു. ക്രൂരവും ദുഷ്ടവുമായ ഒരർത്ഥത്തിലാണ് കയ്യാഫാസ് പറഞ്ഞത്. എന്നാൽ അദ്ദേഹത്തിന്റെ ദുഷ്ടത ദിവ്യ വിജ്ഞാനത്തിന്റെ ക്രമീകരണത്തോട് യോജിച്ചു വന്നു. നിത്യം മുതൽ നിശ്ചയിച്ചിരുന്നത് മാത്രമേ നടന്നുള്ളൂ. നമുക്ക് നമ്മുടെ ആത്മാവിനോട് ചോദിക്കാം, ഭൂമി തനിക്കെതിരെ നടക്കുന്നതും സ്വർഗത്തിൽ നിന്ന് നിശ്ചയിച്ചിട്ടുള്ളതും ഈശോയ്ക്ക് സുവിദിതമായിരുന്നുവെന്ന് ധ്യാനിക്കുക. മനുഷ്യരുടെ അനീതിയിൽ ദൈവത്തിൻ്റെ നീതിയെ കണ്ട് അവിടുന്ന് അതിന് വഴങ്ങി നമിക്കുന്നു, ദൈവനീതിയെ ആരാധിക്കുന്നു. അവിടുത്തെ ഹൃദയത്തിൽ നിന്ന് പുണ്യപ്രകരണങ്ങൾ ഉയർന്നു വരുന്നു. നമുക്ക് അനുകരിക്കാവുന്ന എത്ര വിശിഷ്ട മാതൃക! വല്ലവരും നമ്മളെപ്പറ്റി കുറ്റം പറയുമ്പോഴും നമ്മളെ ദ്രോഹിക്കുമ്പോഴും നമ്മൾ എത്ര കണ്ട് കോപക്രാന്തരാകുന്നു, എങ്ങനെ ആവലാതിപ്പെടുന്നു, എന്തുമാത്രം തത്രപ്പെടുന്നു. എന്തെങ്കിലും നിർഭാഗ്യം വന്നു ചേർന്നാൽ നമ്മൾ ദുഃഖാർത്ഥരായി. എവിടെ നിന്ന് വരുന്നു ഈ സന്താപം? ചിന്തിക്കാത്തതുകൊണ്ട് തന്നെ. ദൈവപരിപാലനയുടെ നീതിയുക്തവും രഹസ്യവുമായ ഒരു ക്രമവും അനുസരിച്ച് ഇത് സംഭവിക്കുമെന്ന വസ്തുതയിലേക്ക് നമ്മുടെ മനസ്സിനെ ഉയർത്താത്തതുകൊണ്ട് തന്നെ. പുണ്യദാതാവായ നല്ല ദൈവമേ, അങ്ങ് ആജ്ഞാപിക്കുന്ന എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ നീതിയും കാരുണ്യവും ആരാധിക്കണമെന്നുള്ള വിശ്വാസ സത്യം ഞങ്ങളുടെ ആത്മാവിൽ ഗാഢമായി പതിക്കണമേ. സർവശക്തമായ കരങ്ങളുടെ കീഴിൽ ഞങ്ങളെ താഴ്ത്തി സംയമനത്തോടെ അങ്ങേക്ക് ഞങ്ങളെ കീഴ്പ്പെടുത്തുവാൻ ഞങ്ങളിതാ നിശ്ചയിക്കുന്നു. ഇത് ഞങ്ങൾ ചെയ്യേണ്ടതാണ്, ഇത് ഞങ്ങൾ ചെയ്യും. ഞങ്ങളുടെ പ്രതിജ്ഞയിൽ ഞങ്ങൾ ഉറച്ചു നിന്നില്ലെങ്കിലോ എന്നാണ് ഞങ്ങളുടെ ഭയം. ഞങ്ങളുടെ അസ്ഥിരതയെ സംബന്ധിച്ച് എത്രയും തിക്തമായ അനുഭവമാണ് ഞങ്ങൾക്കുണ്ടായിട്ടുള്ളത്. എന്നാൽ അങ്ങയുടെ കൃപാവരത്താൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മേലാൽ ഞങ്ങളുടെ വാസനയ്ക്ക് എതിരായും ഞങ്ങളുടെ വികാരങ്ങൾക്ക് വിരുദ്ധമായും എന്തെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ അത് എളിമയോടും വണക്കത്തോടും കൂടെ സ്വീകരിക്കുന്നതിന് അങ്ങിൽ നിന്നാണ് അത് വരുന്നതെന്ന് ഞങ്ങളെക്കൊണ്ട് അംഗീകരിപ്പിക്കണമേ. ക്ഷമ അഭ്യസിക്കാനുള്ള ഒരു സന്ദർഭമായി കാരുണ്യവാനായ അങ്ങ് ഞങ്ങൾക്ക് നിശ്ചയിച്ചു തന്നതാണ് അതെന്ന് ഞങ്ങളെക്കൊണ്ട് വിശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ ക്ലേശങ്ങളിൽ ഞങ്ങളുടെ ജീവൻ തന്നെ അങ്ങേക്ക് കാഴ്ചവെക്കേണ്ടി വരികയാണെങ്കിൽ കൂടി അങ്ങിലുള്ള ഞങ്ങളുടെ പ്രത്യാശ നിലനിർത്തണമേ. ഈശോയുടെ നമുക്ക് ഈശോയുടെ മാതൃകയനുസരിച്ച് തിന്മയിൽ നിന്ന് നന്മയെടുക്കാനും നമ്മളെ വെറുക്കുന്നവരെ സ്നേഹിക്കുവാനും നമ്മളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അക്ഷമനാകാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന എല്ലാത്തിനും കർത്താവിന് സ്തോത്രം ചെയ്യാനും നമുക്ക് അഭ്യസിക്കാം.
പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമേ, അങ്ങയുടെ തിരുസന്നിധാനത്തിലെ ഈ ഒരു മണിക്കൂർ സമയം, പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമേ, അങ്ങയുടെ തിരുസന്നിധാനത്തിൽ ഈ ഒരു മണിക്കൂർ സമയം ചെലവഴിക്കുവാനായി ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങയുടെ പീഡാനുഭവ യാത്ര ഞങ്ങളിലെ അകത്തെ ഇല്ലാതാക്കുകയും സകല പുണ്യങ്ങളാലെ ഞങ്ങൾ നിറയുന്നതിനും കാരണമാകട്ടെ. ഈശോനാഥ, അങ്ങേക്ക് വേണ്ടിയാണല്ലോ അങ്ങ് പീഡനങ്ങൾ ഏറ്റെടുത്തത്. ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ അങ്ങ് പീഡനങ്ങൾ ഏറ്റെടുത്തത്. ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ അങ്ങ് കുരിശി മരിച്ചത്. ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ അങ്ങ് നിന്ദ അപമാനങ്ങൾ സകലതും ഏറ്റെടുത്തത്. ഓ ദൈവമേ, എല്ലാം ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി ഈശോയെ, ഈ നിമിഷങ്ങളിൽ ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. അനുഗ്രഹങ്ങൾ ധാരാളമായി ഇനിയും വർഷിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായും ദിവ്യകരണ സന്നിധാനത്തിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അവിടുത്തെ ആശീർവാദത്തിനായി നമുക്ക് ശിരസ്സ് നമിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി.
മറിയത്തിൻ നിർമ്മലമാ